ഹായ്, ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരാളുകളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഈ ഒരു ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് ഉദാഹരണം വെച്ച് തുടങ്ങാം. ഒന്ന്, ഒരു സപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രൊഡക്റ്റ് കൊമേഴ്സിലോട്ട് എൻട്രി ചെയ്യിക്കണം, ആമസോണിലും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലോട്ട് അവർക്ക് എൻട്രി ചെയ്യിക്കണം. ഞാൻ ചോദിച്ചു, ഇത്രയും കാലം എന്തെങ്കിലും ചെയ്യാതിരുന്നത്? ഏകദേശം ഒരു 500 SKUs അവർക്കുണ്ട്. അപ്പോൾ അവരുടെ റീറ്റെയിൽ ബിസിനസ്സസ് ആണ് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും അത് ഓൺലൈനിൽ ഉണ്ടോ, ഈ പുറത്ത് ഓൺലൈൻ അവൈലബിൾ ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ. രണ്ടാമത്തെ ഉദാഹരണം, ഡയറിയിൽ അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത്യാവശ്യം ഹോൾസെയിലാണ്, നല്ല ബിസിനസ് നടക്കുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ അവരെ കാണാൻ പറ്റുകയും അവരോട് ഈ വിഷയം ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതായിരുന്നാലും നല്ലൊരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓൺലൈനിലോട്ട് എൻട്രി ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അല്ല അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ ഹോൾസെയിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ബ്രാൻഡല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഹോൾസെയിലാണ് ഫോക്കസ് ചെയ്യുന്നത്, റീറ്റെയിലല്ല. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവർ അതിനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. നിങ്ങളൊരു ബ്രാൻഡ് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഒരു സെയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാനെങ്കിലും ഓൺലൈനിൽ അത്രയും സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. കാരണം മില്യൺസ് ഓഫ് ആളുകളാണ് അതിനകത്ത് വിസിറ്റ് ചെയ്യുന്നത് ഓരോ ദിവസവും. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ, ന്യൂണാണെങ്കിൽ, 21 ആണെങ്കിലും, ഡെലിവറോ ഇതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ കാണുന്നതാണ് മാർക്കറ്റിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഏതൊരു കസ്റ്റമർ റീറ്റെയിൽ പർച്ചേസ് ചെയ്തതിന് മുന്നേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്നത് ഓൺലൈനാണ്. നിങ്ങൾ ആ ബാർകോഡ് അടിച്ച് നോക്കും, നിങ്ങൾ ആ പ്രൊഡക്റ്റ് ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കും. ഇതിൻ്റെ റിവ്യൂസ് എന്താണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇത് എന്തൊക്കെയാണ് മെറ്റീരിയലാണ്, എല്ലാം അത് കംപ്ലീറ്റ് നോക്കിയതിന് ശേഷമാണ് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതായിരുന്നാലും അതിൻ്റെ ഒരു നല്ലൊരു വിസിബിലിറ്റി, ഇതിൻ്റെ ബ്രാൻഡ് റെപ്യൂട്ടേഷന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈനിലോട്ട്, കൊമേഴ്സിലോട്ട് എൻട്രി ചെയ്യണം. ഇപ്പം സ്വന്തമായിട്ടൊരു വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു വിസിബിലിറ്റി ആകുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. കാരണം വെച്ചാൽ ഗൂഗിളിൽ അതിൽ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല വിസിബിലിറ്റിയിലേക്ക് വരിക. അപ്പം ആദ്യം തന്നെ അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ, ഞാൻ പറയുമ്പം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ല അത്രയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ടൈറ്റിൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ പേരുണ്ടാവില്ല, അതുപോലെ ഒരു 2-3 ഇമേജസ് വെച്ചിട്ട് ഈ ആമസോണിൽ ഓർഡറിലൊക്കെ ലിസ്റ്റ് ചെയ്യുക. അതൊക്കെ ഫ്രീ ആണ്, ലിസ്റ്റിംഗ് എല്ലാം ഫ്രീ ആണ്. ബൈ ചാൻസ് ഓർഡറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ഡെലിവറി ചെയ്യുക. ഓർഡർ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ല ഓർഡറൊക്കെ അത്യാവശ്യം വരണം എന്നുള്ള ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങനെ ലിസ്റ്റിംഗ് പോരാ. അത്യാവശ്യം SEO കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ലിസ്റ്റിംഗാണ് വേണ്ടത്. അപ്പോൾ ബ്രാൻഡിലായിട്ട് പ്രൊഡക്റ്റൊക്കെ ഓൾറെഡി മാർക്കറ്റിലുള്ള ആളുകൾ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കൊരു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും വൈകരുത്, കാരണം ഓൺലൈൻ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയും അതിൻ്റെ എന്തായാലും കുറയാൻ സാധ്യതയില്ല, കൂടി വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് എൻ്റർ ചെയ്യുക, നല്ലൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക.